ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ കോളേജിലെ ക്രിസ്മസ് പരിപാടിയാണ് ഗൈസ്. അപ്പം ഇന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് ഞാനും നമ്മളൊരു അളിയനായിട്ടുള്ള ശ്രീത്തും വിചാരിച്ച് അവിടെ കണ്ട രാവിലെ ഇപ്പോൾ ഒരു 7:45 കാണും. അപ്പം നമ്മൾ ഇന്ന് ശ്രീകൃഷ്ണനും യേശുവായിട്ടാണ് ഗൈസ് കോളേജിലോട്ട് പോകണേ. അതിനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ശ്രീത്തിൻ്റെ വീട്ടിലോട്ട് പോകാം. കൃഷ്ണൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീത്തിന് ഒരു മറ്റേ യേശു ഇടുന്ന ഒരു ലോഹയുണ്ടല്ലോ, അത് സൽമാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ സൽമാൻ്റെ നിന്ന് മേടിച്ച് ഇപ്പം ശ്രീത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരുങ്ങിയാണ് പോകുന്നത്. ബാഗിൽ കൃഷ്ണൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ശ്രീത്തിൻ്റെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ ശ്രീത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, മീശയൊക്കെ പഠിക്കും ഗൈസ്. സ്ട്രഗിൾ ഫോർ കൃഷ്ണവേഷം ഗൈസ്. സോറി, കണ്ടൻറ്റ്. മീശയൊക്കെ പഠിച്ചു ഗൈസ്, മീശയും താടിയൊക്കെ പഠിച്ചു. ഇവിടെ മുറിഞ്ഞെന്ന് തോന്നുന്നു ഭയങ്കര നീറ്റിൽ. പെയിൻറ്റ് പകുതി മേടിച്ചുള്ളൂ ഗൈസ്, അതുകൊണ്ട് പകുതി നമ്മൾ അടിച്ചുള്ളൂ. ബ്ലോക്ക് ഗൈസ്, നമ്മുടെ മേക്കപ്പ് മാൻ കുറച്ച് കഴിയുമ്പം യേശു ക്രിസ്തു ആവും. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കൃഷ്ണൻ ആൻഡ് യേശു ക്രിസ്തു ഒരു ഫ്രെയിമിൽ. കുറച്ച് നേരം കഴിയുമ്പോൾ ഒറിജിനാലിറ്റി. കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് മുഖത്തടിച്ചില്ല, ദേഹത്തൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ മുഖത്തടിക്കാനായിട്ട് പെയിൻറ്റ് തികഞ്ഞില്ല ഗൈസ്. ഇനി അടുത്ത പെയിൻറ്റ് തന്നെ പോയി നമുക്ക് മേടിക്കണം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് മേടിച്ചിട്ട് ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാം. പുള്ളിക്കാരി നമ്മളെ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ മേക്കപ്പ് ഇടാനായിട്ടൊരു വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വേറെന്തോ പോലെ തോന്നുന്നു ഗൈസ്. നമ്മളിപ്പം മേക്കപ്പ് ഇടാനായിട്ട് ഗൈസ് നമ്മളോടൊപ്പം യദു ആൻഡ് ശ്രീജിത്ത് എല്ലാവരും ഉണ്ട്. ഞാൻ ഗേറ്റ് അടച്ചിട്ട് വരാം ഗൈസ്. ഈ നീല വലിയ കുഴപ്പമില്ല, പക്ഷേ ഫസ്റ്റ് കോട്ടായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. മറ്റേ ബാക്കി ഞങ്ങളിപ്പം ഓണോട്ടത്ത് ധന്യെ പോയി അടുത്ത കോട്ട് അടിക്കാനുള്ള പെയിൻ്റൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഒരുക്കുക. ബ്യൂട്ടിഫുള്ളായി. നേരിട്ടാണ് കുറച്ചുകൂടെ അടിപൊളിയാ. ഇനി അടുത്ത സാധനം വെക്കുക. ഹലോ ഗൈസ്, നമ്മൾ അപ്പോൾ കൃഷ്ണനായി ഒരുങ്ങി ഇറങ്ങി. എന്തോ ഉദ്ഘാടനോ ഗൈസ്? നമ്മൾ ഹാപ്പി. ഗൈസ്, നമ്മുടെ JBയുടെ ഉദ്ഘാടനമാണ്. ഇതാണ് JBയുടെ മലയാളി നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ്. കൃഷ്ണനും യേശുവും കൂടിയാണ് ഗൈസ് ഒരു വണ്ടി പോണത്. ചെട്ടി കാണാം ഗൈസ്. കോളേജിലോ പയ്യന്മാർ ഞെട്ടിത്തരിക്കണം, അതാണ് നമ്മുടെ പ്ലാൻ. ഞാൻ ഇതങ്ങനെ കയറുമൊന്നും. ഹലോ ഗൈസ്, നമ്മൾ കോളേജിലോട്ട് പോവുകയാണ് ഗൈസ്. എന്താവോന്ന് അറിയത്തില്ല ഗൈസ്. നാട്ടുകാരുടെ റിയാക്ഷൻ ഉൾപ്പെടെ എടുത്തോണ്ട് പോവാ. യേശുവിൻ്റെ മുടിയെല്ലാം കൃഷ്ണൻ്റെ വായി കയറുന്നത് ഗൈസ്. അവിടെ പുറകെ നമ്മുടെ സാരഥി ഉണ്ടായിരുന്നു. സാരഥി ഇപ്പോൾ കാണുന്നില്ല, സാരഥി പൊങ്ങിയെന്ന് തോന്നുന്നു. ദേഹത്ത് പറ്റിക്കല്ലേ ഇതിൻ്റെ? ഇല്ല, നീല ദേഹത്ത് പറ്റി ഗൈസ്. നീല ദേഹത്ത് പറ്റില്ല ഗൈസ്, കാരണം നീലെല്ലാം ഉണങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാട്ടുകാരുടെ റിയാക്ഷൻ. അമ്മയെ കണ്ടിട്ട് കയറി പൈസ മേടിക്കണം. അമ്മ കടയിൽ നിൽക്കുക. അപ്പം 100 രൂപ മേടിക്കുക. അമ്മയെ ഒന്ന് കാണണം, അമ്മ എന്നെ തിരിച്ചറിയുമെന്തോ ഗൈസ്. അമ്മയെ വിളിച്ചിറക്കിയിട്ടുണ്ട്. മക്കളെ, അമ്മേ പൈസ ഒന്നും തരാമോ? അയ്യോ ഗൈസ്, അമ്മയുടെ റിയാക്ഷൻ എടുക്കുക, ക്യാമറ തിരിയുന്നില്ല. ഇതാണ് എൻ്റെ അമ്മ. 200 രൂപയാണോ ഒരുക്കത്തിന് ഉൾപ്പെടെ. അപ്പോൾ ഗൈസ്, പൈസ മേടിക്കാനായിട്ട് വന്നതാണ്. അമ്മ എന്നെ കണ്ട് ഞെട്ടിയെന്ന് തോന്നുന്നു. ഹായ് മക്കളെ, ഹാപ്പി ക്രിസ്മസ്. ഇതെന്തിനാ? പൈസ ഒന്നും വേണ്ട. അപ്പോൾ പൈസയൊക്കെ തരുന്നു ഗൈസ്. നമ്മളെ യദുകൃഷ്ണനെ പമ്പിലോട്ട് വിട്ടിട്ടുണ്ട് എണ്ണ അടിക്കാനായിട്ട്.
നമ്മളിപ്പോൾ ഒരു സൈഡിൽ ഒതുങ്ങിയിട്ടാണ്ട് റെസ്റ്റ് എടുക്കുകയാണ്. താടിയുണ്ട് ഗൈസ്, ഇനി താടി വരും. താടി വെക്കാനുണ്ട് യേശുവിന്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും പറയില്ല, എന്താ പറയേണ്ടതെന്നും അറിയത്തില്ല. നാട്ടുകാർ റിയാക്ഷൻ. ഒരു അപ്പൂപ്പനൊക്കെ എനിക്ക് പൈസയൊക്കെ തരുന്നത് 5 രൂപ. ഫോർ വാട്ട്? അപ്പം വിചാരിക്കും വല്ല ഭിക്ഷ എടുക്കാനാണ്. പാവം, എന്താ പറയാനാ. അപ്പോൾ ഗൈസ്, നമ്മൾ പബ്ലിക് റിയാക്ഷനും കൂടെ ഈ വീഡിയോക്കകത്ത് കാണും. കാരണം ചില്ലറയും ചെല്ലുവാനും തൊലിക്കട്ടിയൊന്നും പോരല്ലോ. ആശീർവാദ് കരോക്കെയാ അച്ഛാ, പേടിച്ചു പോയാ ഗൈസ്? നമ്മുടെ പയ്യന്മാരാണ്. പൊക്കോ പൊക്കോ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെയും കൂടെ ബ്ലസ് മേടിച്ചോ. അവിടെ എത്തിയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഏത് എണ്ണ അടിക്കാൻ പോയാൽ ഭയങ്കര ലാഗ്, ഭയങ്കര ചെറുക്കാൻ കേട്ടോ. ഇതാ വന്നു കേട്ടോ, വന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു പബ്ലിക് റിയാക്ഷനൊക്കെ എടുത്തുകൊണ്ട് പോവാം. പറയുന്നുണ്ട് ഈ മാല കാറ്റടിച്ച് പുറകെ ഭയങ്കര ശല്യമാണ് ഗൈസ്. കോളേജിൽ ചെല്ലുമ്പോൾ എന്തുവാന്ന് അറിയത്തില്ല ഗൈസ്. We want to take the public reaction of them. MD ഓഫീസിന്റെ ഫ്രണ്ടിൽ കൂടെ പോണം. പെറ്റി അടിച്ച് വരുമെന്നോ. ദൈവങ്ങൾക്ക് പെറ്റി അടിക്കില്ലെന്നാണ് ശാസ്ത്രം. ഗൈസ്, നമ്മളിപ്പോൾ കോളേജിലോട്ട് കയറാൻ പോവാണ്. കോളേജ് എത്തി ഗൈസ്. ഇപ്പോൾ ഗൈസ്, നമ്മുടെ പോളിടെക്നിക് അന്താരാഷ്ട്ര കോളേജ് എത്തി. അന്താരാഷ്ട്ര അല്ല, ഗവൺമെൻറ് കോളേജാണ്. കൈപ്പറ്റില്ല പെയിൻറ്റ് കൈ പറ്റിയ കുഴപ്പമില്ല. ഇപ്പോൾ ഗൈസ്, കോളേജിലോട്ട് കയറാൻ പോവാണ്. ഇപ്പോഴും കയറണം, നടന്നു കയറിയത് ജോണി. ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. ഇതിൽ പറ. ഗൈസ്, നമ്മൾ കോളേജിൽ കയറിയിട്ടുണ്ട് ഗൈസ്. പെയിന്റ് പറ്റൂല. യൂണിഫോം കൊണ്ടുവന്നായിരുന്നു. വണ്ടിക്കാനുള്ള മീശ ഉണ്ടെങ്കിൽ പെയിന്റ് അടിച്ചു കളയില്ല. പെയിന്റ് പറ്റൂല, പേടിക്കണ്ട, ഉണങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ഇവിടെ എങ്ങനെയുണ്ട്? പാട്ടിടാത്ത എന്താടാ? പാട്ടിടാ തേച്ച സമയത്ത് ഭയങ്കര കളറില്ലായിരുന്നല്ലേ? ഇല്ല, ഇപ്പൊ തിളങ്ങുന്നില്ലേ? ആ, ഇത് തിളക്കമുള്ളടാ. അവതാർ വേ ഓഫ് വാട്ടർ. മുടിയെ കയറത്തല്? മുടി മുടി എന്റെയാ? ഇത് ക്രിസ്മസ് ടീച്ചറിനെ കാണാൻ പോണേ, നമ്മുടെ ടീച്ചറെ.
എല്ലാരും ഉണ്ട്. വർഗീയതയില്ലാത്ത വെറൈറ്റി ആയില്ലേ? സീറ്റ് എന്ന് മേലെ തന്നെ ഇതിന് എങ്ങനെ കഴി തുറച്ച് കളയുമെന്നോ? എന്റെ ഡബ്ല്യു റിയാക്ഷൻസ് ഒക്കെ കൊള്ളാം. പ്രിൻസിപ്പൾ ഉണ്ടോ? പ്രിൻസിപ്പൾ ഉണ്ടോ? കാണാൻ പറ്റുമോ? നമുക്ക് പ്രിൻസിപ്പളിനെ ഒക്കെ കണ്ടുവരാം. പ്രിൻസിപ്പളിനെ ടീച്ചറെ കൊള്ളാം. ഹാപ്പി ക്രിസ്മസ്. പെയിന്റ് പറ്റത്തില്ല, പേടിക്കണ്ട. പാടില്ല. കൊള്ളാം. യേശു ഉണ്ട്. യേശു 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 സൂപ്പർ ആയിട്ടുണ്ട്. ടീച്ചറെ ഹാപ്പി ക്രിസ്മസ്. പേര് പറ്റത്തില്ല. പേര് പറ്റത്തില്ല. ഹാപ്പി ന്യൂ ഇയർ. മനസ്സിലായി വിഘ്നേഷ്. യേശു ഉണ്ട് ഗൈസ്. പെയിന്റ് പെയിന്റ് പെയിന്റ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ചോമ്പാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഫാക്കൽറ്റീസിന് എല്ലാവരും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇതാരും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും വന്നില്ലേ? വീണ്ടൊന്നും പറ്റത്തില്ല. ബലൂൺ നിൽക്കാരാവോ? കോളേജ് കത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഹലോ ടീച്ചറെ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഉണ്ട്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. രാംദാസിന്റെ ഒരു മണി. താങ്ക്സ്. കോപ്പിറൈറ്റ് അടിക്കല്ലേ? സ്വീറ്റിക്കാര് എപ്പോഴും ടോപ്പ് ആയിരിക്കും ഗൈസ്. കൃഷ്ണനുണ്ട്. ഞങ്ങൾ മാസവാർത്തയോടെ കൃഷ്ണനെ പറ്റി അച്ഛനത് ഇറക്കാൻ പറ്റില്ല. മക്കളെ എങ്ങനെയുണ്ട്? താങ്ക്സ്. എല്ലാവരും ഹാപ്പി ക്രിസ്മസ്. പ്രതിസന്ധിയിലാണ്.
സെക്രട്ടറി കൃഷ്ണനെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടായിരുന്നു. സോ കൃഷ്ണനെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ സത്യപ്രതിജ്ഞ ചെയ്യണം. കൃഷ്ണൻ വറീഡാണ്. ഇത് ഇതാണ് നമ്മുടെ കോയിലിക്ക. പെയിന്റ് പറ്റൂട്ടാ കിഴങ്ങി. ഗൈസ് പരിപാടി കളറായി. തൂക്കി സീറ്റി. പൈമാർക്കൊക്കെ ഫോട്ടോ വേണം. ബാ ബാ അവിടെ ഇല്ലേ? ഒരു മിനിറ്റ് ഫോട്ടോ എടുത്തിട്ട് വരാം. ടീച്ചർമാരൊക്കെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നത് ഗൈസ്. ഗൈസ് കോളേജ് തൂക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിരിക്കും. തൂക്കി എടുത്ത് പൊക്കി തിരിച്ചു വെച്ച്. ഇപ്പം ആരാണ് നമ്മളെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. കാരണം പ്രിൻസിപ്പളും ടീച്ചേഴ്സും അടങ്ങുന്ന ഫാക്കോൾട്ടിയാണ് നമ്മളെ ഇപ്പം ഫോട്ടോ എടുക്കാനായിട്ട് ക്ഷണിക്കുന്നത്. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാം. ടീച്ചർമാർ വിളിക്കുന്നു, സാറുമാർ വിളിക്കുന്നു. ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ടീച്ചർമാരുടെ കൂടെ. എങ്ങനെയാണ് പറയണ്ട? മീശ പഠിച്ച് ഇതൊന്നുമില്ലേ? ടീച്ചറെ ടീച്ചറിന് അഭിമാനമല്ലേ ഉള്ളൂ? അഭിമാനമല്ലേ? അല്ല അഭിമാനമല്ലേ ഉള്ളെന്ന് പറഞ്ഞു. ഗൈസ് എനിക്ക് വയ്യ. ടീച്ചർമാരൊക്കെ വിളിച്ച് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെയാണ്ട് കോളേജിൽ പഠിക്കുന്നൊന്നുമില്ല. പോയി സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ന് കോസ്റ്റ്യൂം മാറണം ഗൈസോ. പോയി നമ്മൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം മാറുന്നതാണ് കേട്ടോ. ശ്രീകൃഷ്ണന് വിശക്കുന്നു ഗൈസ്. മർക്കാടി നിന്റെ ഹാപ്പി ക്രിസ്മസ്. സുഖമാണോ? കൊള്ളോ? സത്യപ്രതിജ്ഞ മാറ്റി വെച്ചു എനിക്ക് വേണ്ടി. മാറ്റി വെച്ചു സീരിയസ് ആയിട്ട്. അപ്പം നിങ്ങളെ യൂണിഫോം ഒക്കെ എന്ത്? അതാരാ? സോറി. അതാ കുറെ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെച്ച് ആരെങ്കിലും കൂടെ വന്നേ. മാലൊക്കെ ചേച്ചിയുടെ കൊള്ളോ? ഗൈസ് നമ്മുടെ 2 സീനിയർമാരെ കണ്ടുവരാം. ശരിയായില്ല. എന്താ ശരിയാവാതെ? ഞാനാ ഈ കൊലത്തിരിക്കുന്ന ഞാൻ. എനിക്കിതെല്ലാം ചേരും. ഞാൻ ഇതാവും. ഗൈസ് ആരോ പാട്ട് പാടുന്നു ഗൈസ്. ഞാനൊരു പാട്ട് പാടിയല്ലോ. ഹാപ്പി ക്രിസ്മസ്. പോവാണോ? എടുത്തില്ലേ? നമ്മുടെ മൈക്ക് സെറ്റിന്റെ അണ്ണന്മാരാണ്. ഏത് സാധനമാണോ അടിച്ചത്? ഏത് സാധനമാണോ നീ അടിച്ചത്? ഞാൻ പച്ചയാണ്. രാവിലെ തൊട്ട് ബ്ലോഗ് ഉണ്ട്. നമ്മുടെ ഇത് ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ്. ക്രിസ്മസ് ട്രീ, പുൽക്കൂട് എല്ലാവരും ഉണ്ട്. ഉണ്ണിയേശു, മരിയ, ജോസഫ്, രാജാക്കന്മാർ എല്ലാവരും ഉണ്ട് ഗൈസ്. വീടാ വായോട്ടാ. കത്തിക്കുന്നല്ലോ. ഒന്ന് വായി വെക്കടാ. കേട്ട ഗൈസ് മണ്ടന്മാരാണ് ഗൈസ്. വൈബാണ്. സീനാണ്. കൊള്ളാം. സീനാണ്. കൊള്ളാം.
അതാണ് നമ്മുടെ കൈലാസ് കശിനാഥ്. പേടിച്ചു പോയോ? ആരായത്? പേരെന്തുവാ? തൊണ്ടക്കിട്ട് ഇറക്കേണ്ടി വരും. നീ മാറ്റി വെച്ചു എനിക്ക് വേണ്ടി. കൊള്ളാമോ? ആരാന്ന് പറ. വെച്ച് പേടിച്ചിരിക്കണ. പേരെന്തുവാ? കൊള്ളാമോ? നാളെ കാണുമ്പോൾ മനസ്സിലാവത്തില്ല എന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോകണം ഗൈസ്. നമ്മളിവിടെ നമ്മുടെ ജിമ്മൻ ആദിലുണ്ട്, അൻസാരി ഉണ്ട്. നമ്മളപ്പോൾ ഗൈസ് കേക്ക് മുറിക്കാൻ പോകണം ഗൈസ്. ഇതാണ് നമ്മുടെ ലിജി ടീച്ചർ, ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലവർ ടീച്ചർ എവർ. ഇത്രയും പോരെ? This is our Linji teacher. He is our best teacher in our department. Yes. ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക്. വലിയ കേക്കിനെ പറ്റി 2 വാക്ക്. കേക്ക് ഒരു രക്ഷയില്ല. അതാണ് 5 കിലോയുടെ കേക്ക്, W കേക്ക് അവർ. അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ കേക്കിൻ്റെ വലിപ്പം. തിരിച്ചയച്ചു തരാം. ഇതാണ് നമ്മുടെ അമീറാണ് കേക്ക് സെറ്റ് ചെയ്തത് ഗൈസ്. ഈ കേക്കിനെ പറ്റി എങ്ങനെയുണ്ട് കേക്ക്? സെൻസർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വിളിക്കുന്നില്ല. സെൻസേർഡ് കേക്ക് ഉണ്ട്. ഫുൾ ഏടെ ആളാണ് പ്രണവ് അലി. അലിച്ചാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ പണക്കാരനാണ്. ഫ്രണ്ട്സൊക്കെ അവന് പുല്ല് പോരാ, പുല്ല്. ഇതാണ് കെ ആണ് അവൻ്റെ തന്ന മുട്ടങ്കി. ഗൈസ് നമ്മുടെ കൃഷ്ണനും നമ്മുടെ യേശു കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോകണം ഗൈസ്. എടുത്തു ഇത് പിടിച്ചോ. ഹലോ ഗൈസ്, മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് മണ്ട വീഡിയോ എടുക്കുന്നത്. ഇത്ര നേരം വീഡിയോ ഓണാക്കാതെ ഞാൻ അഭിനയിക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് പിടിയടേ. ഗൈസ് നമ്മൾ കേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെറിയ പീസുകൾ കൊടുത്താൽ മതി. അവർക്ക് വേറെ ഗൈസ് കേക്കിൻ്റെ അണ്ടകടാകന്മാരെ തിന്നു തീർക്കാൻ കുറേ അമ്മമാർ നേരത്തെ പറഞ്ഞു. നാണമില്ല കഴിക്കാൻ ഒരാണോ ഇല്ല കണ്ട ഈ കോളേജിലേക്ക് കഴിയുമ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ ഞങ്ങളെ കുറച്ച് പരിപാടികൾ ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നവരാണ്. അങ്ങനെ കൂടെ നമ്മൾ മിസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കൃഷ്ണയും. യെസ് എൻ്റെ കൃഷ്ണ ഓഫ് ഇന്ത്യ. എന്താ ഇപ്പോഴാണ് ഇത് ഓണായത്. ഗൈസ് എൻ്റെ നീട്ടാ മതി. ഗൈസ് എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി. മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രാർത്ഥന പെട്ടെന്ന് ഘട്ടം കിട്ടുന്നില്ല. എന്റെ കയ്യിരിക്കുന്ന ഷെയ്ഡ് ഇതിന് സ്യൂട്ട് ആവുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഇച്ചിരി ഡാർക്ക് അല്ലേ? ഇങ്ങനെ മതിയാ? ഓക്കെ ഗൈസ് നമ്മുടെ ലിപ്സ്റ്റിക്ക് തിന്നപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പോൾ പ്രാർത്ഥനയാണ് നമുക്ക് ലിപ്സ്റ്റിക്ക് അതായത് പ്രാർത്ഥനയുടെ ഹസ്ബൻഡ്. എങ്ങനെയുണ്ട് കേക്ക്? അടിപൊളി കേക്കായിരുന്നു. കൃഷ്ണന്റെ കേക്ക് ഗംഭീരം. മക്കളെ അടി കേക്കുള്ളോ? ഇഷ്ടപ്പെട്ടാ? നാണമാണ് ഗൈസ് കൊച്ചിന്. ഞാൻ വിളിച്ചിട്ട് വന്നതാണ് എൻ്റെ കൃഷ്ണൻ. ഹാപ്പി കൃഷ്ണൻ ഡേ. ഇതാണ് നമ്മുടെ പടപ്പങ്കര പയ്യൻ. കൊല്ലത്തെ മെയിനാണ് ഇവൻ. അവൻ കൊല്ലത്തെ മെയിനാണോ ഗൈസ്? നമ്മളിപ്പോൾ ഡാൻസ് കളിക്കാൻ പോവുകയാണ് ഗൈസ്. ഡാൻസ് അവിടെ പക്ഷേ വീഡിയോ കോപ്പിറൈറ്റ് അടിക്കുമെന്നൊരു ഡൗട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ അധികം ഡാൻസ് കളിക്കുന്നില്ല. ഡാൻസ് അല്ല, പാട്ട് കേൾപ്പിക്കുന്നില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഗൈസ് ആർ ലിവിങ്. ബൈ ബൈ, ടാറ്റ പറ. കോളേജിൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയായ ക്രിസ്മസ് പരിപാടി കഴിഞ്ഞ് പരിപാടി എല്ലാം കളറല്ലേ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ. ഡേയ് പരിപാടിയെ പറ്റി ഒരു വാക്ക് പറ. പരിപാടി അതാ നമുക്ക് എങ്ങനെ പറയാം, പവർ പരിപാടിയായിരുന്നു. അങ്ങനെ പറയാൻ വെക്കൂ, അതിൽ കൂടുതലൊന്നും പറയാകത്തില്ല. അപ്പം നമ്മൾ ലിവിങ് ഫ്രം ദ കോളേജ്. ഏകദേശം എല്ലാ ക്ലിപ്പുകളും കിട്ടിയതാണ് തോന്നുന്നത്. പക്ഷേ ഇനിയും ക്ലിപ്പ് എടുക്കാറുണ്ട്. ഇതിപ്പം നമ്മൾ പോവാണ്. ഞാൻ വണ്ടി ഓടിക്കാം. ഇത് ഞാൻ ഓടിക്കാം. ഇതിപ്പോൾ ഞാൻ അടുത്ത വണ്ടിയിലോട്ട് മാറുകയാണ്. ട്രാൻസ്ജെൻഡർ നമ്മള് വീട്ടിലോട്ട് പോവാണ്. ഹാപ്പി ക്രിസ്മസ്. കോളേജിൽ പരിപാടി കഴിഞ്ഞിട്ട് വരുവാ. ഒരു ബസ് ബൈക്കിൽ പോവാണ്. നമുക്ക് തടിക്കാട്ടിലെ വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ സ്വന്തം തടിക്കാട്ട്, പുലിക്കോട്. ഗൈസ്, നമ്മളൊരു ചേച്ചി ഉണ്ട് ഇവിടെ, നമ്മുടെ കടയിലെ. പുള്ളിക്കാരത്തി ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മുടെ പുലിക്കോട്ടെ ഓട്ടോ ചേട്ടന്മാർ നമ്മളെ ഒന്ന് വിളിക്കുന്നത്. നമുക്ക് ആ പുലിക്കോട്ടെ ഓട്ടോ ചേട്ടന്മാർ റിയാക്ഷൻ ഒന്ന് എടുത്തിട്ട് വരാം. ഹാപ്പി ക്രിസ്മസ്. യശോദേ, അതെ, ആരുമില്ല, സിംഗിളാണ്. ഹലോ, ഹാപ്പി ക്രിസ്മസ്. താങ്ക്സ്. കോളേജിൽ പരിപാടി അതിനായിട്ട് കിട്ടിയതാ. ഹലോ, അമ്പലത്തിൽ കയറണം. അമ്പലത്തിൽ കേട്ട് കൊള്ളാമല്ലോ. എന്തെങ്കിലും പറയണം. താങ്ക്സ്. പോട്ടെ. ശരി. ഗൈസ്, ഇനി നമ്മുടെ സ്വന്തം ചേച്ചിയുടെ റിയാക്ഷൻ എടുക്കാം. മനസ്സിലായോ? കണ്ണാടി വെക്കാത്തോട്ട് മനസ്സിലായി കാണത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നേ. ഇതാണ് നമ്മുടെ സ്വന്തം കടല ചേച്ചി. ഒന്നുകൂടെ പറഞ്ഞോ. വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നത് ഭാര്യയൊക്കെ. ഓട്ടോക്കാരൻ ചേട്ടനെ ഭാര്യയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. എന്താ പരിപാടി? ലൈവ് അല്ല, യൂട്യൂബ് ചാനൽ. പോട്ടെ. അപ്പോൾ ശരി ഗൈസ്, നമ്മളങ്ങോട്ട് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങോട്ട് പോവുകയാണ് ഗൈസ്. മണമാർന്നുണരും കല്യാണി രാധയില്ല, സിംഗിളാണ്. മാമനാ? നിന്റെ സൈക്കിൾ എന്തേ? നിക്കിയല്ല ഗൈസ്, നിക്കിയത്. നിക്കിയല്ല ഗൈസ്, വിക്കി. കിട്ടിയില്ലേ? ഓ മൈ ഗോഡ്, ഇതെന്റെ സബ്സ്ക്രൈബറാണ്. ഇവിടെ നിക്കടാ ഗൈസ്, ഇവനാണ് എൻ്റെ സബ്സ്ക്രൈബർ. എൻ്റെ പേരെന്താ? എന്റെ പേര് തന്നെ അത്. കൈവിട്. പെയിന്റൊക്കെ ഇളകി എൻ്റെ ഉണ്ടാ. അവരെ കോളേജിൽ പരിപാടി, ഓണപ്പരിപാടി, ക്രിസ്മസ് പരിപാടി. ഞാൻ അവനെ വിളിച്ചത് എന്റെ ബർത്ത്ഡേ, യേശുവിന്റെ ബർത്ത്ഡേ. രാധ ആരാണ്ട് അടിച്ചോണ്ട് യേശു സിംഗിളാണ് ഞാൻ.
ഹാപ്പി ക്രിസ്മസ്. മാമനാ അതൊന്നും വിളിക്കല്ലേ, വിഷമാവും. അണ്ണെന്ന് വിളിച്ചാൽ മതി കേട്ടോ. അതെടുക്കാക്കത്തില്ല. യേശു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, ഞാൻ ഇങ്ങനെ ഇരിക്കും. കൃഷ്ണൻ അവൻ അങ്ങനെ ഇരിക്കാക്കത്തില്ല. അതാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ട ഇത് ഇതിങ്ങനെ നോക്കയാ ലോഹ, അത് തന്നെ. വേറെ സാധനം. അപ്പം നമ്മളെന്നാ തിരക്കട്ടെ. ആര്? രാധയില്ല, ഞാൻ സിംഗിളാണ്. ഇല്ലടാ, ഞാൻ ഇവന് മാത്രമേ ടിക്കറ്റ് എടുത്തു. നോ രാധ, ഒള്ളി കൃഷ്ണൻ. ശിവനും പാർവതിയൊക്കെ വീട്ടിലാ. അവർക്ക് തിരക്കിട്ട് ഇതിപ്പോ ടാറ്റ കൊടു, ക്യാമറയ്ക്ക് നോക്കി ടാറ്റ കൊടു. നിന്നെ കാണുന്നില്ല, ഇങ്ങോട്ട് നോക്കി. ആ ടാറ്റ കൊടു. മോളെ നീ ടാറ്റ കൊടുക്കും. ഉറപ്പായിട്ടും വരും. ഇല്ല ഗുണ്ട ചെറുക്കൻ എന്തേ അമ്മൂമ്മയൊക്കെ വെട്ടുന്ന നീയാണോ? വീടേതാടാ? ഇല്ല കാണുന്ന പച്ചയാ. ഇപ്പം ഭയങ്കര സ്പീഡിലാ ഓടുന്ന കേട്ടാ. എടാ സ്പീഡുകാരാ. ഓട്ടെ, പട്ടി വരുന്നു. ഞാൻ ഓടട്ടെ. അപ്പൊ ശരി. ഗൈസ്, ബിമലാണൻ്റെ റിയാക്ഷൻ കാണാൻ പോവുകയാണ്. ഇതിന് മണ്ടേ വല്ലതും കാണും ഗൈസ്, നോക്കാം. ഞങ്ങൾ ഹോം ടൂർ ആയല്ലോ ഇപ്പം. ഗൈസ് ദേ വിമലണ്ണൻ യേശുക്രിസ്തുവിനെ നായിൻ്റെ മോനെന്നൊക്കെ വിളിക്കുന്നു. എന്ത് ചെയ്യാനാ ഗൈസ്, കേട്ടല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ വരും കണ്ണട 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 കണ്ണട. ആ ഞാൻ അങ്ങോട്ട് നോക്കി. അയ്യേ ഇതാണ് ഞങ്ങളുടെ മതസൗഹാർദ്ദം. We guys don't have any kind of മതം. അതെ, കൃഷ്ണൻ, no religion, യേശു, അല്ലാഹു, caste. എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? എവിടെ വരുന്നു പോലീസ്? കുഴപ്പമില്ല, പോലീസ് ഒന്നും പറയാതെ പോയി ഗൈസ്. അപ്പോൾ ബൈ ബൈ ബൈ. ആ വ്ളോഗാ. ആ നാളെ വരത്തില്ലേടേ? ഇവനാ ഓണർ ഐസിയുടെ. എല്ലാവരും ഉണ്ട്. ആ എടുക്കുക. ബൈ, ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അത് പോട്ടെ. അവളുടെ ഒരു ജാടയും പെടുത്തി. എന്തോടെ നോക്കി പറഞ്ഞേ? പാവം തോന്നുന്നു. ഇതിന് നമ്മുടെ അമ്മയുടെയും അച്ഛനുണ്ടോന്ന് അറിയത്തില്ല. അച്ഛൻ അവിടെ കാണാൻ ചാൻസ് കുറവാണ്. നോക്കാം, അച്ഛൻ്റെ അമ്മയുടെയും റിയാക്ഷൻ നോക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? അത് പിന്നെ ഇതാണ് നമ്മുടെ സാൻഡി ബ്രോ. ഇത് വണ്ണാൻ്റെ ഉള്ളി. എങ്ങനെയുണ്ട് സാൻഡി ബ്രോ? കൊള്ളാടാ, നന്നായിട്ടുണ്ട്. നമുക്കിനി ഈ കോസ്റ്റ്യൂം വിഗൊക്കെ ഊരി കൊണ്ട് കൊടുക്കണം. ഫുൾ റെൻ്റ് ഐറ്റം. അച്ഛൻ്റെ റിയാക്ഷൻ എടുത്തിട്ട് ആ അച്ചോയ് കൊള്ളാം. ശ്രീകൃഷ്ണൻ കുഴപ്പമില്ലെന്നോ? മൈ ഡാഡ്. യെസ്, ദിസ് ഈസ് അവർ ഡാഡ്. നോ, only my dad. സോറി. ഇതാണ് നമ്മളെ ഒരു കെ സജിനി. ക്യാമറ തുറക്കട്ടെ. ഓ ഇപ്പോൾ കളറായി. എല്ലാം കഴിഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ കളറായി. ആണാണ്. ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വിഷമെല്ലാം അഴിക്കാൻ പോകണം. അഴിച്ച് ഇവനെ ഇപ്പം അടച്ച് കുളിപ്പിക്കാൻ പോവാണ്. വേട്ടാവളിയാണ് എല്ലാവരും. അല്ല, സ്ലൈഡ് ഉണ്ട്, നിനക്ക് വെയിറ്റ് ചെയ്യും.
മയിൽപ്പീലി ഇതെങ്ങനെ ഇരിക്കുന്നേ? മയിൽപ്പീലി സ്ലൈഡിൽ കുത്തി വെച്ചേക്കോ. എൻ്റെ സ്ലൈഡ് കുട്ടിയാ ഒരു സ്ലൈഡുണ്ട്. ഈ തലപ്പാവൊക്കെ കിട്ടി. തലപ്പാവ് നമ്മുടെ ഒരു ചേച്ചറ അച്ഛൻ്റെ അൺലോക്കായി. ഈ മാലയും കൂടെ ശരിയാ. മാലയിട്ടുകൊണ്ട് വിളിച്ചേനെ. അപ്പൊ ശരി ഗൈസ്, ബൈ പറ. കുളിസീൻ എടുക്കാം, പക്ഷെ ഈ നിക്കറൂര് അതല്ല മണ്ടലോട്ടേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് ഉരച്ചു കളയുമ്പോൾ ഇത് പോകുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ കുളിക്കണം കൈസ്, കുളിച്ചേ പറ്റൂ. ഇപ്പം കുളിക്കുന്നത് തന്നെ ഒരു ഭാഗ്യത്തിനാണ്. കുളി സ്പെഷ്യലിസ്റ്റ്. അയാളെന്തി നമ്മൾ കുളിസീൻ ഫസ്റ്റ് കുളിസീൻ നമ്മുടെ താഴത്തെ തോട്ടി പോയി കിടന്നാൽ വണ്ടി കഴുകുന്ന കണക്കാണ്. സ്ട്രഗിൾ ഫോർ ദ കോളേജ്. നോ റിയൽ ലൈഫ് രാധ, അല്ലാതെയും ഇല്ല. അല്ലാതെ ഇല്ല. ഇത് ഹാഫ് മാൻ അവതാ കൃഷാന്നോ? ഹലോ ഗായ്സ്, ഫുള്ള് തേച്ചരച്ച് കഴിഞ്ഞ് കുളിച്ച് ദേ ചുണ്ടിലിപ്പോഴും ലിപ്സ്റ്റിക്ക് കിടപ്പുണ്ട്. ഞാൻ ആദ്യമേ ഇട്ടിട്ട് പിന്നെ പ്രാർത്ഥനയുടെ ഒന്നും കൂടെ മേടിച്ചിട്ടേ ഭയങ്കര ഷെയ്ഡ്. മീശ എടുത്തതെന്ന് ഞാൻ പിന്നെയാണ് ഓർക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കിളിച്ച് കഴിയും. എനിക്ക് മുടി വെട്ടണമെന്നുണ്ട്, മുടിയും കൂടെ വെട്ടണം. പിന്നെ പരിപാടി കളറാണ് ഗൈസ്, കിട്ടിലും പരിപാടിയായിരുന്നു. നമ്മൾ ചെന്നപ്പോഴാണ് പരിപാടി ഓണായത്. ഇത്ര നേരം ഞാനത് കിട്ടിയോ അറിയത്തില്ല. മരെല്ലാം അനങ്ങാതെ ഒതുങ്ങി ഒരു സൈഡിൽ മൂലയ്ക്ക് മാറിയിരിക്കുന്നു. നമ്മളങ്ങോട്ട് ചെന്ന് പരിപാടി ഓണാക്കി കൊടുത്ത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ അംബരീഷ്, അങ്ങനെ വരാതിരുന്ന കുറച്ച് പേരുണ്ട്. അച്യുത്, അവള്, അങ്ങനെ കുറച്ച് പേര് അധികം പേരുണ്ട്. അപ്പം ഞാനിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് ഗൈസ്. ശ്രീത്തിൻ്റെ വീട്ടില. ശ്രീത്ത് ബിമലാണ്ട് അങ്ങോട്ട് പോയി. എനിക്കാണോ വിശന്നിട്ട് വയ്യ. രാവിലെയും ഒന്നും കഴിച്ചില്ല. രാവിലെ ഇവിടുന്ന് ഒരു അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്കപ്പം ഈ അടുത്ത പരിപാടി നമുക്ക് കളറാക്കാം. ഇനി നമുക്ക് എന്തോ പരിപാടി വരുന്നതെന്ന് പറയുമ്പം ആർട്സ് ഡേ ആയിരിക്കും വരുന്നത്. അപ്പോൾ കോളേജ് ഇവൻറ്റ് മാത്രം ഞാൻ ക്യാപ്ചർ ചെയ്തെടുത്തുള്ളൂ. അപ്പം ആർട്സ് ഡേ അന്ന് കാണാം. അപ്പോൾ പരിപാടി ഗംഭീരമായെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. കാരണം കോളേജ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു അതികിടിലം പരിപാടിയായിരുന്നു. അപ്പം കുളിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. ലവ് യു ഗൈസ്.